ഹലോ ഫ്രണ്ട്സ്, ബ്രോഡാഡ് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലീവ് കിട്ടിയത് കൊണ്ട് ഞാനും വിഷ്ണുവും മക്കളും എന്റെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അതായത് നമ്മളുടെ കുഞ്ഞു കിളിക്കൂട്ടിലേക്ക്. നമ്മളെ കൂടാതെ അനിയത്തിയും ഹസ്ബൻഡും കുട്ടികളും കൂടെ എത്തിയിരുന്നേ. 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെയൊക്കെ ലീവ് കിട്ടുന്ന സമയത്താണ് എല്ലാവർക്കും കൂടെ ഒത്തുചേരാൻ പറ്റുന്നത്. അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാറുമില്ല. ഈ കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഓരോ കഥകളും പറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുൻപിലുള്ള വീട്ടിലെ മരങ്ങളെല്ലാം നന്നായി ഇളയിക്കൊണ്ടിരിക്കുന്നു. കൂട്ടത്തിലെ കുട്ടികളുടെ കൊരങ്ങൻ സൗണ്ട് കൂടെ കേട്ടപ്പോൾ എന്താണെന്നറിയാനായിട്ട് ഞങ്ങളും നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ട കാഴ്ച ദാ ഇപ്പൊ ഈ കാണുന്നതാണ്. ഒരാളുടെ ഷീറ്റിന്റെ മുകളിൽ കയറി സുഖമായി ഇരുന്നിട്ട് പപ്പായയുടെ ഇല തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നേ. പപ്പായയുടെ തണ്ടിന്ന് അതിന്റെ ഇല മാത്രമായിട്ട് പറിച്ചെടുത്തിട്ടാണ് തിന്നുന്നത്. അതിന്റെ സെന്ററിൽ ഇങ്ങനെ നാര് പോലുള്ള സംഭവം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇല മാത്രമായി പറിച്ചെടുക്കുകയാണ്. നമ്മൾ മീനൊക്കെ കഴിക്കുന്ന സമയത്ത് അതിന്റെ മുള്ള ഒഴിവാക്കി അതിലെ ദശ മാത്രമായിട്ട് എടുത്ത് കഴിക്കൂലോ, അതേപോലെ തന്നെയായിരുന്നു ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരാള് ഒറ്റയ്ക്കല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 10-ൽ കൂടുതൽ പേര് ഒരുമിച്ചാണ് ഇവരിപ്പോ എത്തിയിരിക്കുന്നത്. ഈ വീടിന്റെ മുകളിലായിട്ട് 2-3 പേര് ഒരുമിച്ചിരിക്കേണ്ടതെന്നുണ്ടെങ്കിലും അപ്പുറത്ത് കാണുന്ന മരങ്ങളിലൊക്കെയാണ് കൂടുതൽ പേരും ഇരിക്കുന്നത്. ദാ ആ കാണുന്നതാണ് നമ്മളുടെ വീട്. നമ്മുടെ വീടിന്റെ തൊട്ട് മുമ്പിലുള്ള വീട്ടിലാണ് ഇപ്പൊ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ താഴത്ത് പോയി കുറച്ച് പേര് ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ബഹളമൊക്കെ വെക്കേണ്ടതെന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ആശാൻ അവിടെ ഇരുന്ന് തീറ്റ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീറ്റിന്റെ സൈഡിൽ തൂങ്ങിപ്പിടിച്ചിരുന്ന് മടുത്തത് കൊണ്ടാണ് തോന്നുന്നു പപ്പായെന്ന് ഒരു തണ്ട് ഇല പറിച്ചെടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ സുഖമായി ഇരുന്നിട്ടായി പിന്നത്തെ തീറ്റ. ഇത്രയും സമയം താഴെ ഉണ്ടായിരുന്ന 2-3 പേരെയും നോക്കി നിന്ന് ഞങ്ങളെയും വാച്ച് ചെയ്ത് മുകളിലൊരുത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നേ. അത് ഞങ്ങൾ കണ്ടത് വളരെ വൈകിയാണ്. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ പറിച്ചെടുത്ത പപ്പായയുടെ തണ്ടാണ് ആളുടെ കയ്യിൽ ഇരിക്കുന്നത്. പിന്നെ ദാ ഇപ്പൊ ഓടിപ്പോകുന്ന ആൾ ആ പപ്പായ മരത്തിലോട്ട് വീണ്ടും നോക്കിയൊരു നോട്ടം കണ്ടോ. കഴിച്ച് മതിയാവാതെ വീണ്ടും പറിക്കണമെന്ന് ആലോചിച്ചതാണോ അല്ല പിന്നെ വരാന്നാണോ ചിന്തിച്ചത് എന്നറിയില്ല. ഇനിയിപ്പൊ നമ്മളെല്ലാരും കൂടെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പേടിച്ചിട്ടാണോ പെട്ടെന്ന് പോയതെന്നും അറിയില്ല. എന്തായാലും മുകളിലുള്ള ആളെല്ലാം കണ്ടോണ്ട് തന്നെ അവിടെ ഇരുന്ന് തീറ്റ തുടർന്നോണ്ടേയിരുന്നേ. നമ്മളിപ്പോ ഇത് കണ്ട ആ വീടിന്റെ ഫ്രണ്ടിലായിട്ട് പൂളയും വഴുതിനയും പയറും ഒക്കെ ആയിട്ട് കുറച്ച് ചെടികളെല്ലാം നട്ടുവെച്ചിരുന്നേ. നമ്മൾ മുൻപൊരു വീഡിയോയിൽ ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചിരുന്നല്ലോ. നമ്മളുടെ ഇവിടുത്തെ വീടും പരിസരമൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോയില് നമ്മളുടെ ഒരു അമ്പലമൊക്കെ കാണിച്ചിരുന്നല്ലോ. അതിന്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ചധികം മരങ്ങളൊക്കെ ആയി ഒരു കാട് പിടിച്ച സ്ഥലം പോലെ കിടക്കുന്നുണ്ട്. അവിടെയാണോ തോന്നുന്നു ഇവരുടെ സ്ഥിര താമസം. ഇപ്പൊ ഇയാള് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പൂള, അതായത് നമ്മളുടെ കപ്പ മരച്ചീനി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിന്റെ ഇലയാണേ. ഇപ്പൊ ഈ ചെടിയെ വിട്ട് ആശാൻ നേരെ ചാടിയത് ഞങ്ങളുടെ മുന്നിലോട്ടാണ്. ഞങ്ങൾ എല്ലാരും കൂടെ പെട്ടെന്ന് പേടിച്ച് ബഹളം വെച്ചപ്പോ തിരിഞ്ഞങ്ങ് ഓടി. ഇപ്പൊ ഈ വീഡിയോക്കകത്ത് എത്ര പേര് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. എന്തായാലും അവിടെയുള്ള മരങ്ങളിലൊക്കെ ആയിട്ട് 10-15 പേരിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അമ്പഴങ്ങ മരത്തിന്റെ മാങ്ങ മരത്തിന്റെ ഒക്കെ കുനിന്തലകളാണ് അവരവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തെങ്ങിന്റെ മുകളിലും ഇരിക്കുന്നുണ്ട് കുറച്ചു പേര്. ഇങ്ങനെയൊക്കെ ആയാലേ ഇതിന്നൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.